പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ WWE ഒഴിവാക്കിയതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ ബ്രോക്ക് ലെസ്നർ യഥാർത്ഥത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ബ്രോക്ക് ലെസ്നറിനെ ഒഴിവാക്കി എന്ന് ചോദിക്കുമ്പോൾ റോയൽ റംബിളിന് 3 ദിവസം മുൻപ് ഒരു വാർത്ത പുറത്തേക്ക് വന്നു. ഒരു ആരോപണമാണ്, ലൈംഗിക ആരോപണം. തുടർന്ന് ഒരു കേസൊക്കെ ഫയൽ ചെയ്തതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് വിൻസ് മിക്മാനെ എതിരെ വന്ന ഒരു ആരോപണമാണ്. മെയിനായിട്ട് വിൻസ് മിക്മാൻ്റെ പേരാണ് അതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ WWEനെതിരെയും വിൻസിനെതിരെയും വന്ന ഈ ഒരു ആരോപണത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പേര് അവർ പറയാതെ പറയുന്നുണ്ട്. ആ ഒരു സൂപ്പർ സ്റ്റാർ ബ്രോക്ക് ലെസ്നർ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം റിപ്പോർട്ടുകളും പിന്നീട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാം WWE എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിയുടെ ബാക്ക് സ്റ്റേജിൽ വളരെയധികം ഒരു ചർച്ചാ വിഷയമാകുകയും ബ്രോക്കിനെ റോയൽ റംബിളിൽ കൊണ്ടുവന്നാൽ ആരാധകർ അത് വിപരീതമായി പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടും ബ്രോക്കിനെ റോയൽ റംബിളിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളൊരു തീരുമാനവും ക്രിയേറ്റീവ് ടീം എടുക്കുന്നു. അതിന് പ്രകാരം ബ്രോക്കിനെ റോയൽ റംബിളിൽ നിന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ ബ്രോക്കിനെ യഥാർത്ഥത്തിൽ ഈ ഒരു റോയൽ റംബിളിലൂടെ റെസ്ൽമേനിയയിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ലൈൻ്റെ ഒക്കെ ഭാഗമായി തിരികെ കൊണ്ടുവരാനാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രോക്കിൻ്റെ സ്റ്റോറി ലൈനും ഈ ഒരു റോയൽ റംബിൾ മത്സരത്തിന് ഇടയിലൂടെ ആരംഭിക്കാനും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ബ്രോക്കിനെ മാറ്റിയത് കൊണ്ട് തന്നെ ആ ഒരു സ്പോട്ടിലേക്ക് മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ അവർക്ക് ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ബ്രോക്കിൻ്റെ പകരക്കാരനായി WWE ആ ഒരു റോയൽ റംബിൾ മത്സരത്തിൽ കൊണ്ടുവന്നത് NXTയിൽ നിന്നുള്ള ബ്രോൺ ബ്രേക്കർ എന്ന യുവതാരത്തെയാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു റിപ്പോർട്ട് റെസ്ലിംഗ് ഒബ്സർവർ റേഡിയോ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ബ്രോൺ ബ്രേക്കർ വന്ന് ഭയങ്കര സ്പീഡായി റെസ്ലേഴ്സിനെ സ്പിയർ ചെയ്യുന്നു, അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നതൊക്കെ അത് ബ്രോക്കിന് കൊടുത്ത സ്പോട്ടായിരുന്നു. അത് ബ്രോക്ക് ഇല്ലാത്തത് കൊണ്ട് ബ്രോൺ ബ്രേക്കർ ചെയ്തു എന്ന് മാത്രം. പിന്നീട് ഗന്ധറിനെതിരെ ഫേസ് ടു ഫേസ് വന്നതൊക്കെ യഥാർത്ഥത്തിൽ ബ്രോക്ക് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ബ്രോക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ബ്രോൺ ബ്രേക്കറിനെ കിട്ടി. അവസാനം ബ്രോൺ ബ്രേക്കറിനെ പുറത്താക്കുന്നത് ഡൊമിനിക് മൈസ്റ്റീരിയോ ആയിരുന്നു. യഥാർത്ഥത്തിൽ ബ്രോക്ക് ലെസ്നറെ പുറത്താക്കേണ്ടത് ഡൊമിനിക് മൈസ്റ്റീരിയോ ആയിരുന്നു. അങ്ങനെ ബ്രോക്കിനെ ഡൊമിനിക്ക് പുറത്താക്കുന്നു. പിന്നീട് ഈ 2 റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു സ്റ്റോറി എലിമിനേഷൻ ചേംബറിലേക്ക് വെക്കാനും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബ്രോക്കിൻ്റെ റോയൽ റംബിളിലെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു റോയൽ റംബിളിൽ ബ്രോക്കും ഗുന്തറും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയും അവരെ ഈ ഒരു സ്റ്റോറി ലൈനിലൂടെ റെസ്ൽമേനിയയിൽ ഏറ്റുമുട്ടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിക്കാനും പ്ലാനുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ബ്രോക്ക് ലെസ്നറുടെ റിട്ടേൺ ക്യാൻസൽ ചെയ്തതിലൂടെ അവർക്ക് മാറ്റേണ്ടി വന്നു. അതെല്ലാം കിട്ടിയത് ബ്രോൺ ബ്രേക്കറിനാണ്. അപ്പോൾ ബ്രോക്ക് ലെസ്നറുടെ ഒരു പകരക്കാരനാക്കി ബ്രോൺ ബ്രേക്കറിനെ അവർ റോയൽ റംബിളിൽ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതൊരു സത്യാവസ്ഥയുള്ള ഒരു റിപ്പോർട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. WWEയുടെ ഒരു ഹിസ്റ്ററി അതുപോലെ തന്നെ റെക്കോർഡ്സിൽ നിന്ന് ബ്രോക്ക് ലെസ്നറുടെ പേര് പതിയെ ഒഴിവാക്കി തുടങ്ങി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബ്രോക്ക് ലെസ്നറിൻ്റെ പേര് ഇൻഡയറക്റ്റായി ആ ഒരു അലിഗേഷനിൽ വന്നതാണ് ബ്രോക്ക് ലെസ്നർക്ക് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറാനുള്ള കാരണം. പക്ഷേ ഹിസ്റ്ററി ബുക്കിൽ നിന്ന് ബ്രോക്കിനെ ഒഴിവാക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല. ഒട്ടനവധി അച്ചീവ്മെൻറ്റുകൾ, അണ്ടർടേക്കറുടെ റെസ്ൽമേനിയ സ്ട്രീക്ക് അടക്കം അവസാനിപ്പിച്ച റെസ്ലർ എന്നുള്ള വലിയൊരു അച്ചീവ്മെൻ്റൊക്കെ ബ്രോക്കിനുള്ളത് കൊണ്ട് തന്നെ ആരാധകരുടെ മനസ്സിൻ്റെ ഇടയിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ബ്രോക്കിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതും 100% നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ് WWE ബ്രോക്കിൻ്റെ ഒരു ഭാവിയെ സംബന്ധിച്ച് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.